നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ് വരുന്നത്. ASD എന്ന് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് വിളിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഡിസോർഡറിനെ പറ്റി? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കുടുംബത്തിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും കുട്ടിയെ അറിയുന്നവരുണ്ടോ? അല്ലെങ്കിൽ നെയ്ബേഴ്സോ അല്ലെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ അങ്ങനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ASD ഉള്ള കുട്ടികളെ? ആരും കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ASD എന്ന് പറയുമ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. പൊതുവെ ആൾക്കാർ ഓട്ടിസം ആണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പൊതുവെ വിചാരിക്കാറുണ്ട്. ഈ ഓട്ടിസം സ്പെക്ട്രം ആ പേരിൽ തന്നെ ഇല്ലേ, സ്പെക്ട്രമാണ്. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ കുറേ അല്ലേ, കുറേ മഴവില്ല പോലെ കുറേ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അണ്ടറിൽ കുറച്ച് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ സിവിയോരിറ്റിയിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഓട്ടിസവും ഈ ഓട്ടിസം സ്പെക്ട്രത്തിലെ ഒരാൾ മാത്രമാണ്. ഓക്കെ, അതാണ് ഞാനവിടെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടാണ് ഓട്ടിസ്റ്റിക് ഡിസോർഡർ. നമ്മൾ ക്ലാസിക് ഓട്ടിസം അല്ലേ, നമ്മളെല്ലാവരും പൊതുവേ കാണുന്ന ക്ലാസിക് ഓട്ടിസം, ആസ്പെർഗസ് ഡിസോർഡേഴ്സ്, പെർവേസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഈ ഒരു സ്പെക്ട്രത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഡിസോർഡേഴ്സാണ്. ഓക്കെ, നമ്മൾ പൊതുവെ ഓട്ടിസമാണ് പക്ഷേങ്കിൽ നമ്മൾ കേൾക്കാറുള്ളത്. അതല്ലാത്ത പല ഡിസോർഡേഴ്സും ഉണ്ട്. വീടിനടുത്തുള്ള 2 കുട്ടികളുണ്ട്. ഓക്കെ, ജലജ അല്ലേ. അപ്പോൾ എന്തായിരുന്നു അവരുടെ എങ്ങനെയാണ് അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവർക്ക് ഓട്ടിസം ഉണ്ടെന്ന് മനസ്സിലായത്? അവരുടെ സിംറ്റംസ് എന്തൊക്കെയാണ് അവർ കാണിച്ചത്? ജസ്റ്റ് ഒന്ന് പറയോ, എന്താണ് മനസ്സിലായത് എന്നുള്ളത്? കൈ കിട്ടുന്നൊക്കെ വാരി വലിച്ചെറിയുക, മുടി വലിച്ചു കളിക്കുക, ഒരു വികലമായ ഭാഷയിലൊക്കെ സംസാരിക്കുക, പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ അമ്മയോടും അപ്പനോടൊക്കെ നന്നായിട്ട് ഉപദ്രവിക്കും. പിന്നെ സ്കൂളിൽ ചെന്നാലും ഇതിന് അത് കാരണം ക്ലാസ്സിനൊരു സെപ്പറേറ്റ് പോർഷനിൽ അവർ ഇരുത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് ഒരു അധ്യാപകൻ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് അങ്ങനത്തെ കുട്ടികൾക്ക്. ഈ കൊച്ചിന് പിന്നെ ഞാൻ ഈ ഓട്ടിസത്തിൽ ശ്രദ്ധിക്കാൻ കാര്യം, ഏകദേശം ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കെല്ലാം ഒരേ ഷേപ്പിലാണ് കാണുന്നത്. സിമിലാരിറ്റി ഉണ്ട് അവരുടെ ഫേസിനൊക്കെ, അവരുടെയൊക്കെ മുഖത്തും ഒരു ആക്ഷനും എല്ലാം ഏകദേശം അങ്ങനെ തന്നെ. ഈ പെൺകുട്ടി ഭയങ്കര ഉപദ്രവകാരിയായിട്ട് അതിന്റെ വീട്ടിൽ. ഓട്ടിസം ആണോ അല്ലെങ്കിൽ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആണോ? ഇത് പഠിക്കാനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ സാധാരണ കുട്ടികളുടെ നോർമൽ കുട്ടികളുടെ രീതികളല്ല അതില്. പേര് വിളിച്ചാ കേൾക്കുന്നുണ്ടോ? തിരിച്ച് സംസാരിക്കുന്നുണ്ടോ? അതിന് സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുക്കുന്നുണ്ട്. സംസാരം ഒന്നും ക്ലിയർ അല്ല. ഓക്കെ, ക്ലിയർ അല്ല. ഓക്കെ, ഇതിൽ ഓട്ടിസം പോലെ തോന്നിക്കുന്ന ഒരുപാട് ഈ ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ബുദ്ധിക്കുറവ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം എന്നൊക്കെയാണ് പൊതുവെ നമ്മൾ വിളിക്കാറുള്ളത്. ഈ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻസ് കുറഞ്ഞ കുട്ടികൾ, ഓക്കെ, അവരും ഇതേപോലെയുള്ള പാറ്റേൺ കാണിക്കും. അപ്പോൾ അതാണോ ഓട്ടിസം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആണോ എന്നുള്ളത് വേർതിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ASD എന്ന് പറയുന്നത് നമ്മൾ ADHD പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിസോർഡർ അല്ല, ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ ബ്രെയിനിനാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്. ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഏജിൽ ഡെവലപ്പ് ആകുന്നില്ല. ഓക്കെ, ഇവിടെ ASD വരുന്ന കുട്ടികളിൽ ബേസിക്കലി ഇവിടെ ഇവർക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ളത്, ബുദ്ധിമുട്ടായി വരുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത് സോഷ്യൽ ഇൻട്രാക്ഷനാണ്. സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരാൾ നമ്മളെ തിരിച്ച് ചിരിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, നിൻ്റെ പേരെന്താ, വീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ഉത്തരം പറയാൻ അവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അമ്മമാരൊക്കെ അല്ലെങ്കിൽ പിന്നെ അച്ഛനൊക്കെ എന്ത് ചെയ്യും, കണ്ണ് മുഴിച്ച് പേടിപ്പിക്കൂലേ,
അല്ലെ? അതൊരു ക്ലൂ ആണ്, അല്ലെ? ഇതൊരു ക്യൂ ആണ്, നീ അത് ചെയ്യരുത് എന്നുള്ളത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ടാവില്ല. ASD ഉള്ള കുട്ടികൾക്ക് ഒന്നില്ലെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. ഇതാണ് ഇവർ ചാലഞ്ച് ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോമിനൻ്റ് കാര്യം എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യമാണ് റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അനക്കിക്കൊണ്ട് നിൽക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കും. അത് റിപ്പീറ്റേറ്റീവ് ആയിരിക്കും. ഒരു ടൈം കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. ഒരു മെജോറിറ്റി എല്ലാ ടൈമിലും അതിങ്ങനെ റിപ്പീറ്റേറ്റീവായിട്ട് നടത്തിക്കൊണ്ട് നിൽക്കും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതൊരു സ്പെക്ട്രം എന്ന് വിളിക്കാൻ കാരണം ഒരുപാട് സിംറ്റംസും അതിൻ്റെ സിവിയോറിറ്റി ലെവൽസും രണ്ടിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ഇതിനെ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്നതാണ്. മുമ്പേ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്കതിനെ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തി എടുക്കാം, കുട്ടിയുടെ സോഷ്യൽ സ്കിൽസ് മെച്ചപ്പെടുത്തി എടുക്കാനേ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് കുട്ടിയെ നോർമലി നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചെടുക്കാനും അതേപോലെ നോർമലി കംപ്ലീറ്റ് ഒരു ക്യൂറബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നമുക്ക് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. ഇതിൻ്റെ സിംറ്റംസ് പറയുന്ന സമയത്ത് ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ഡിഫിക്കൽട്ടീസാണ്. അതിലൊരു 4 കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തത് സോഷ്യൽ റെസിപ്രോസിറ്റിയാണ്. എന്ന് വെച്ചാൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലേ, നമ്മൾ ഒരാളെടുത്ത് കണ്ടാൽ നമ്മൾ എന്തൊക്കെ ചോദിക്കും, അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും, അയാളെടുത്ത് ചിരിക്കും. ചിലപ്പോൾ ഒരാൾ അയാളെന്തോ ദേഷ്യത്തിലുള്ളത്, അയാൾ റഫ് ആൻഡ് ടഫാ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ഇവർക്ക് പറ്റില്ല. അതാണ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇടപെടലുകളില്ലേ, അത് ബുദ്ധിമുട്ടായിരിക്കും ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ. അതിലൊന്നാമത്തത് സോഷ്യൽ റെസിപ്രോസിറ്റിയാണ്. ഈ സോഷ്യൽ റെസിപ്രോസിറ്റി എന്ന് പറയുമ്പോൾ ബാക്ക് ആൻഡ് ഫോർത്ത് കോൺവെർസേഷൻ ഇല്ല. നമ്മളൊന്ന് ചോദിക്കുന്നു, അയാൾ തിരിച്ചു മറുപടി പറയുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ക്ലൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ചിരിക്കുന്നു, അയാൾ തിരിച്ച് ചിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് പോകുന്നതെന്നുള്ളതിനെ എന്തിനെങ്കിലും നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ ഇട്ടാൽ അയാൾ തിരിച്ച് അതിന് റിപ്ലൈ തരും അല്ലേ. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഒരാൾ നമുക്ക് തരുന്ന ഫേഷ്യൽ എക്സ്പ്രഷന് മുഖഭാവങ്ങൾ മനസ്സിലാക്കി അതിന് തിരിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാനുള്ള നോർമലി ഒരു വ്യക്തിയുടെ ഒരു കഴിവില്ലേ, ഇതിവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും എല്ലാ പ്രാവശ്യവും. ഇപ്പം അമ്മ പിന്നെ മോനെ ചോറ് മതിയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുട്ടി വേണ്ട എന്നൊന്നും പറയാൻ ചിലപ്പോൾ കുട്ടിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, നീ അവിടെ പോയി ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ കുട്ടിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഫുഡ് പ്രോപ്പർലി ഒറ്റയ്ക്ക് തനിയെ കഴിക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. നീ ആ പ്ലേറ്റ് എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് എടുക്കണം എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ ഞാൻ എടുക്കാം അല്ലെങ്കിൽ എടുക്കില്ല എന്ന് പറയാനുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഒരു മോഡറേറ്റ് ലെവലായിരിക്കും ഡിഫിക്കൽട്ടീസ്, അതിനും സിവിയോറിറ്റി ലെവലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സോഷ്യൽ റെസിപ്രോസിറ്റി. കൊടുക്കുന്നത് അതേപോലെ തിരിച്ച് തരാൻ അവർക്ക് പറ്റില്ല. അതാണ് റെസിപ്രോസിറ്റി എന്ന് പറയില്ല നമ്മൾ. രണ്ടാമത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവരുടെ ഐ കോണ്ടാക്ട് വേറെ എവിടെയൊക്കെ പോകും. ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് നോർമലി ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി 70 to 80% ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം എന്നാണ്. കീപ്പ് ചെയ്യും നമ്മൾ. ബാക്കി ഒരു 20 to 30% ആണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കും, എല്ലാവരും നോക്കും. പക്ഷെ ഇവർക്ക് ഈ 70 to 80% പോലും ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അവർ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടായിരിക്കും നമ്മളെടുത്ത് സംസാരിക്കുക. ഓക്കെ, ഗസ്റ്റേഴ്സ് ഒന്നും ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല. ശരീരത്തിൻ്റെ ഭാഷയില്ലേ, നമ്മുടെ ബോഡി പോസ്റ്റേഴ്സ്, ഇതൊന്നും അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല. ദേഷ്യം പിടിച്ച ഒരാളുടെ മുഖത്ത് അയാൾ ദേഷ്യമാണ്, അയാൾ ചിരിക്കുകയാണ്, അയാൾ സങ്കടപ്പെടുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ ഇവർക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അതിൻ്റെ സിവിയോറിറ്റി ലെവൽസ് അനുസരിച്ചിട്ട് മാറും. ഓക്കെ, ഇതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. പിന്നെ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ, ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്? ഐ കോണ്ടാക്ട് പ്രോപ്പർലി ഇവർക്ക് പറ്റുന്നില്ല. നോർമലി ഒരു കോൺവെർസേഷൻ ഇവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒരു ഫ്രണ്ട്സ് എന്നൊക്കെ പറയാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്രണ്ട്സ് ആകുമ്പോൾ കാണണം, സംസാരിക്കണം, കാര്യങ്ങൾ ഷെയർ ചെയ്യണം, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാം. ഇതിനൊന്നും പറ്റാത്ത ആൾക്കാരാകുമ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇമോഷണൽ റെഗുലേഷൻ. ഓക്കെ, അത് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരയും. എന്തെങ്കിലും ചെറിയൊരു കാര്യം നമ്മൾ വിചാരിക്കുന്ന ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റുട്ടീൻസ് ഉണ്ടാവും.
ഓക്കെ, അതിൽ ചേഞ്ചസ് വരുത്താൻ ഇവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവർ കഴിക്കുന്ന ഒരു പാത്രം ഉണ്ടാകും, അതിലല്ലാതെ ഒരു പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പാത്രം വലിച്ചെറിയും. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ചില സ്പെസിഫിക് കളേഴ്സിൻ്റെ അടുത്ത് ഒബ്സഷൻ ഉണ്ടാവും. അതായത് ചില ആളുകൾ വെള്ള നിറത്തിലുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ സിവിയർ കേസസിലൊക്കെ. അപ്പോൾ ആ വെള്ളയിൽ വേറെ എന്തെങ്കിലും കളർ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ കുട്ടി കഴിക്കില്ല. അല്ലെങ്കിൽ കുട്ടിക്ക് പ്രിഫറൻസ് ഉണ്ടാവും, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടാവും. ഒരു ഡേയിൽ ഒരു കൃത്യസമയത്ത് കുട്ടി കളിക്കാനിരിക്കും, ഈ ഒരു ടോയ്സ് വെച്ചിട്ടായിരിക്കും കളിക്കുക. ടോയ്സ് മാറിയാൽ കുട്ടിക്ക് ദേഷ്യം വരും, സാധനങ്ങളൊക്കെ വലിച്ചെറിയും. അങ്ങനെ ഒരു റിജിഡായിട്ടുള്ള ഒരു റുട്ടീനായിരിക്കും. അതിൽ ചേഞ്ചസ് വരുത്താൻ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ, സാഹചര്യത്തിനൊത്ത് മാറാൻ, അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ ഇല്ലേ, ഇതിനൊക്കെ ഈ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ രണ്ടാമത്തെ സിംറ്റംസിൽ പെട്ടതാണ് റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്, ഹാൻഡ് ഫ്ലാപ്പിംഗ് എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ മറ്റേ പക്ഷി ചിറകടിക്കുന്ന പോലെ ചിലപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കും അവർ. ഇങ്ങനെ ആ വായുവിൽ ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കും. അല്ലെങ്കിൽ റോക്കിങ് ചെയ്തുകൊണ്ട് നിൽക്കും. റോക്കിംഗ് എന്ന് പറയുമ്പോൾ മുമ്പിൽ പോയി ബേക്കോട്ടേക്ക് വന്ന്, മുമ്പിൽ പോയി ബേക്കോട്ടേക്ക് വന്ന്, അങ്ങനെ കണ്ടിന്യൂസ്ലി അതന്നെ ചെയ്തുകൊണ്ട് നിൽക്കും, ഒരുപാട് സമയം ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുത്ത് ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ട് നിൽക്കും. അത് ചിലപ്പോൾ ഒരേ ഒബ്ജക്റ്റ് ആയിരിക്കും ഡെയിലി ചെയ്യുന്നുണ്ടാവും. അതവർക്ക് അവരുടെ ആ ബോഡി മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കവരെ കണ്ടാൽ മനസ്സിലാവും. മീൻസ് നോർമലി ഒരു കുട്ടി ഇപ്പോൾ ഹാൻഡ് ഫ്ലാപ്പിംഗ് ഒക്കെ നമ്മളിപ്പോൾ കാലിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന കാണാറില്ലേ, നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലേ. അതായത് അത് നമുക്ക് എന്തെങ്കിലും ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോൾ ഒക്കെ ചെയ്യും, അതൊക്കെ നോർമലാണ് അല്ലേ. അത് പക്ഷേ ഇവർ ഒട്ടുമിക്ക സമയങ്ങളിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ചിലപ്പോൾ കൈ വിരളായിരിക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, അത് നോർമലി കുട്ടികൾ ചെയ്യാത്ത കാര്യമാണ്. പിന്നെ ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചില കുട്ടികൾക്ക് ചില നമ്പേഴ്സിൻ്റെ അടുത്ത്, ചില ടോയ്സിൻ്റെ അടുത്ത്, ചില സ്പെസിഫിക് ടോപ്പിക്കിൻ്റെ അടുത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇൻറ്റൻസ് ഫോക്കസ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടോയ് ആണെങ്കിൽ ആ ടോയിനെ കൊണ്ട് മാത്രമേ കുട്ടി കളിക്കുള്ളൂ. എവിടെ പോകുമ്പോഴും ആ ടോയ് ഒപ്പം വേണമായിരിക്കും. ആ ടോയ് വേറൊരാൾ എടുത്ത് വെച്ചാൽ അപ്പം പ്രശ്നമാവും. ഇമോഷണൽ റെഗുലേറ്റ് ചെയ്യാനാവില്ല, അപ്പം ദേഷ്യപ്പെടും. പിന്നെ അതേപോലെ ടോയ് വേറൊരാൾ എടുക്കാൻ സമ്മതിക്കില്ല, എപ്പോഴും കയ്യിൽ ടോയ് വേണമായിരിക്കും. സംസാരിക്കുക പോലും ആ ടോയിനെ പറ്റിയിട്ടായിരിക്കും. ഇനി ചില നമ്പേഴ്സിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്പേഴ്സിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ കുട്ടി സംസാരിക്കുന്നത് എപ്പോഴും ആ നമ്പേഴ്സിനെ പറ്റിയിട്ടായിരിക്കും. ആ നമ്പേഴ്സ് എവിടെ കണ്ടാലും ഭയങ്കര എക്സൈറ്റഡ് ആവും. ഓക്കെ, ഇപ്പം ഡേറ്റ്സ് ആയിക്കോട്ടെ, ക്ലോക്ക് ആയിക്കോട്ടെ, ആ നമ്പേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. ഓക്കെ, പൊതുവേ ടോയ്സ് ആണ് പൊതുവേ അങ്ങനെ കാണാറുള്ളത്. അല്ലെങ്കിൽ ട്രെയിൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജസ്റ്റ് ട്രെയിനിൽ നിന്ന് കൊടുത്തതാണ്. പിന്നെ ട്രെയിനിനെ പറ്റി സംസാരിക്കും. ടി വിയിൽ ചിലപ്പോൾ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇത് കാണാനായിരിക്കും. അല്ലെങ്കിൽ ഒരേ കാർട്ടൂൺ ആയിരിക്കും ചിലപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അത് ഫിക്സേറ്റഡ് ആയിരിക്കും, ഇത് മാറില്ല. ഓക്കെ, പിന്നെ റിജിഡ് റുട്ടീൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ചസ് ഇവർക്ക് പറ്റില്ല. എപ്പോഴും ഇവർ സെയിംനെസ് ആണ് പ്രിഫർ ചെയ്യുക. എന്ന് വെച്ചാൽ ഒരേ പാറ്റേണിൽ പോകാനാണ് ഇവർ പ്രിഫർ ചെയ്യുക. ഓക്കെ, ഒരേ ടോയ് യൂസ് ചെയ്യാൻ, ഇപ്പോൾ ഈ ടൈം പ്ലേ ടൈം ആണെങ്കിൽ ആ ടൈം അത് മാത്രമേ ചെയ്യുള്ളൂ. ഒരു റുട്ടീനായിരിക്കും, സ്ട്രിക്റ്റ് റുട്ടീനായിരിക്കും. അത് ആ റുട്ടീനിൽ നിന്നും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നമാണ്. ഓക്കെ, പിന്നെ അത് ചിലപ്പം ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ ചില ആളുകൾക്ക് സെൻസറി സെൻസിറ്റിവിറ്റീസ് ഉണ്ടാകും. ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കൈ എന്ത് ചെയ്യും, ചെവിയിൽ വെച്ചിട്ട് പൊത്തി വെക്കും. ചില ചെറിയ ലൈറ്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ കണ്ണടക്കും. അവർക്ക് ഓവർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെയും മൃഗങ്ങളുടെയും സെൻസിറ്റിവിറ്റി ഡിഫറെൻ്റാണ് അല്ലേ. നമുക്ക് കേൾക്കാൻ പറ്റാത്ത ചില സൗണ്ട്സ് ഉണ്ട് അല്ലേ, അത് മൃഗങ്ങൾക്ക് കേൾക്കാൻ പറ്റും അല്ലേ, അങ്ങനെയില്ല. അതേപോലെ ചെറിയ സൗണ്ട് നമുക്ക് നോർമലി ആയിട്ട് തോന്നുന്ന സൗണ്ട് അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ സ്കിന്നൊക്കെ സെൻസിറ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു പൊടി മാറുമ്പോഴത്തേക്കും നമുക്ക് ആസ്മയൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് അത് സെൻസിറ്റീവ് ആയിരിക്കും. അതേപോലെ സൗണ്ട്, ലൈറ്റ്സ്, ചില ടെക്സ്റ്റേഴ്സ്, ചില ഡ്രസ്സിൻ്റെ ക്ലോത്ത് ഒന്നും ഇവർക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അവർ പ്രശ്നമാക്കും. അത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. ഇനി ചില കുട്ടികൾക്ക് ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഉണ്ടാകും. അതായത് നല്ല സൗണ്ടിൽ വേണം ഇവർക്ക് കേൾക്കാൻ. നോർമലി നമ്മൾ ചെവി പൊത്തുന്ന സൗണ്ട് വേണം ഇവർക്ക് കേൾക്കാൻ. അങ്ങനെയായിരിക്കും ഇവർ ടി വി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാം. ഓക്കെ, ലൈറ്റ്സൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റ്സ് വേണമായിരിക്കും. അങ്ങനെയുണ്ടാവും. ഇതില് ഈ പെൺകുട്ടിയുടെ കേസ് പറഞ്ഞില്ലേ, പെൺകുട്ടിയുടെ
അതിന് ഓർമ്മച്ച കാലം മുതലേ കലാഭവൻ മണിയുടെ പാട്ടുകളാണ് ഇഷ്ടം. ആ വീട്ടില് ഇന്നും എപ്പോഴും ആ കുട്ടിയെ കേൾക്കാൻ ആ പാട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും കേൾക്കുക. എങ്ങാനും കറണ്ട് പോവുകയോ മൊബൈലിലെ ചാർജ് പോവുകയോ ചെയ്തിട്ട് ഭയങ്കര വൈലന്റ് ആകുക വീട്ടിൽ. ഓക്കെ, യെസ് യെസ് യെസ്, എക്സാക്ട്ലി. അതൊരു ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ് ആണ് കുട്ടിയുടെ. ഓക്കെ, അതൊരു ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് എഗെയിൻ കുട്ടിക്ക് നമ്മൾ പിന്നെ അതായത് ഈ പറഞ്ഞ കുട്ടികളുടെ ഈ ഒരു ഡിസോർഡേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഡിസോർഡേഴ്സാണ്. നമ്മൾ ഒത്തിരി അവരുടെ ഹിസ്റ്ററി എടുത്ത്, കേസ് ഹിസ്റ്ററി എടുത്ത്, അവരുടെ ഡെവലപ്മെൻ്റൽ ഹിസ്റ്ററി എടുത്ത് പ്രോപ്പർ ചെക്കപ്പ് നടത്തിയാലാണ് നമുക്ക് ക്ലാരിറ്റി വരിക. ആൻഡ് ഇതൊരു ക്ലാസിക് എക്സാമ്പിളാണ് ഓട്ടിസത്തിൻ്റെ ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യാണ്? പ്രശ്നം ഉണ്ടാക്കുകയാണ് അല്ലേ? അതെന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? കുട്ടിക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇമോഷണൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസ്റെഗുലേഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ്, സെൻസറി സെൻസിറ്റിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ഞാൻ കണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. ഇൻറ്റേൺഷിപ്പ് എടുക്കാൻ പോകുന്ന സമയത്ത് കണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൽ കുട്ടിക്ക് സിവിയർ ഓട്ടിസമാണ്. സിവിയർ ഓട്ടിസം പ്ലസ് ഇൻ്റലക്ച്വൽ ഡിസേബിളും കൂടിയാണ് ആ കുട്ടി. എന്ന് വെച്ചാൽ തല കൊണ്ടുപോയി ഇങ്ങനെ അടിക്കും, റിപ്പീറ്റേറ്റീവ് ബിഹേവിയറാണ്. തല കൊണ്ടുപോയിട്ട് ഇങ്ങനെ ബാങ്കിങ് ചെയ്യും, ചുമരുണ്ട് ഇങ്ങനെ, കൈ ഇങ്ങനെ എപ്പോഴും കൈ ഇങ്ങനെ എന്ത് ചെയ്യും, കൈ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, എന്നിട്ട് ഒരേ വാക്കുകൾ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. ഒരു സെയിം വേർഡ് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആൾക്ക് ഇപ്പോൾ 18 വയസ്സായി, പക്ഷെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ ടോയ്ലറ്റിൽ ഒറ്റയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒന്നും ഇതില്ല, എപ്പോഴും ഇങ്ങനെ ഓടിക്കളിക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലാസിക് ഓട്ടിസത്തിൻ്റെ ഇതാണ്. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. ആ കുട്ടിയുടെ റുട്ടീനൊക്കെ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ കോസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജനറ്റിക് ഫാക്ടേഴ്സ്, ഈ കോസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ പൊതുവേ നമ്മൾ ഡിപ്രഷൻ്റെ കോസസൊക്കെ പോലെ പിന്നെ മാനസികമായിട്ട് എൻവയോൺമെൻറ്റ് മാറുമ്പോൾ അങ്ങനെയൊക്കെ പൊതുവേ ഉണ്ടാവാറില്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും ജനറ്റിക്സും പിന്നെ അതേപോലെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് ആയിട്ട് പൊതുവേ വരാറുള്ളത്. ഇങ്ങനെ ഇതുവരെ റിസർച്ച് സ്റ്റഡീസൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സാണ്. ഓക്കെ, ഈ ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഫാമിലിയിൽ ആർക്കെങ്കിലും ഓട്ടിസം ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ ജീൻ ഇവർക്ക് കൈമാറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല, ജനറ്റിക് മ്യൂട്ടേഷൻസ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ജനറ്റിക് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ജീനുണ്ട്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സെൻസറി, നമ്മുടെ പ്രോസസ്സിങ്, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മുടെ ഒരു ജീൻസ് ഉണ്ടാവുമല്ലോ. എല്ലാം ജീനാണല്ലോ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ജീനിൻ്റെ ചില പാർട്ടുകൾ മിസ്സിങ് ആവും, അല്ലെങ്കിൽ ഈ ജീനിൻ്റെ ചില പാർട്ടുകൾ വേറെ പാർട്ടുകളായിരിക്കും കൂടി കലർന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ എക്സ്ട്രാ പാർട്ടുകൾ ഉണ്ടാവും ഈ ജീനിന്. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്നത് അതിനെ നമ്മൾ ജനറ്റിക് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജനറ്റിക് മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് വരുന്നത്. ഓക്കെ, ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എസ്പെഷ്യലി പാരൻറ്റിൻ്റെ, ഇത് പൊതുവെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിന് വളരെ കോമൺ ആണ്. പ്രീനാറ്റൽ റിസ്ക് എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് അമ്മ ടോക്സിനുമായിട്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഭയങ്കര ഒബീസിറ്റി, പൊണ്ണത്തടി ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അങ്ങനെയാണ് ഇത് എഫക്റ്റ് ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബേർത്ത് കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത്, ബേർത്ത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രീമെച്വർ ബേർത്ത്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 7ാം മാസത്തിലൊക്കെ പ്രസവിക്കുന്ന ആൾക്കാരില്ലേ, അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റ്, എങ്ങനെ എന്തായിരുന്നു ഓക്കെ, എല്ലാവർക്കും അങ്ങനെയാണോ? ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ, ബേർത്ത് കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ പിന്നെ ഇടയ്ക്ക് പോകുന്നുണ്ടല്ലേ, പക്ഷെ മനസ്സിലാവാത്ത പ്രശ്നം വരുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ,
അപ്പോൾ ബർത്ത് കോംപ്ലിക്കേഷൻസ് ആണ് പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ബർത്ത് കോംപ്ലിക്കേഷൻസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രീമച്വർ ബർത്ത് ഉണ്ടാവുക, കുട്ടിയുടെ വെയിറ്റ് വളരെ ലോ ആവുക, ഓക്സിജൻ ഡിപ്രൈവേഷൻ ഉണ്ടാവുക, അതായത് കുട്ടിയുടെ ബ്രെയിനിലോട്ടേക്ക് ഓക്സിജൻ പ്രോപ്പർലി ആ ഒരു ബർത്തിൻ്റെ ടൈമിൽ എത്തിയിട്ടില്ലെങ്കിലൊക്കെ ASD ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ എസ്പെഷ്യലി ഈ പെരിനാറ്റൽ ഏജ്, ഡെലിവറി ആകുന്ന 2 പാരൻസിൻ്റെയും ഏജ്, അതായത് ഒരു 40 വയസ്സിന് മുകളിലുള്ള പാരൻസ് ആണെങ്കിൽ, ഓൾഡർ ആണെങ്കിൽ, ഓക്കെ, നല്ല പ്രായമുണ്ടെങ്കിൽ, ഇതൊരു റിസർച്ചാണ്, ഇപ്പോഴും ആ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും കറണ്ട് സ്റ്റഡീസൊക്കെ പറയുന്നത് റിസ്ക് കൂടുതലാണ്. ഓക്കെ, ഓൾഡർ ആണെങ്കിൽ, പാരൻസ് നല്ല ഓൾഡർ ആണെങ്കിൽ കുട്ടിക്ക് ASD ഓട്ടിസം സ്പെക്ട്രം വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? പ്രായമാവുന്നതിനനുസരിച്ച് നമ്മുടെ പല സെൽസുകൾ നശിച്ചു പോകും, അല്ലേ? അത് നമുക്കറിയാം. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും, നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ എന്ത് ചെയ്യും? കുറയും. അതുവഴി ജീൻസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ആ ജീനായിരിക്കും കുട്ടിക്ക് പാസ് ചെയ്യുന്നുണ്ടാകാം. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ആവും. പിന്നെ മൂന്നാമത്തതാണ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യം ബ്രെയിൻ കണക്ടിവിറ്റി, അല്ലേ? നമുക്ക് നോർമലി സോഷ്യൽ പ്രോസസ്സിങ് ആയിക്കോട്ടെ, നമ്മൾ കേൾക്കുന്ന, കാണുന്ന, അല്ലെ നമ്മൾ സംസാരിക്കുന്ന എല്ലാത്തിനും നമ്മുടെ ബ്രെയിനിൻ്റെ കണക്ഷൻസും, അല്ലെ, ന്യൂറൽ കണക്ഷൻസ്, നെർവ്, നമ്മൾ ഞരമ്പുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ, അല്ലേ? അപ്പം ഇത് ഒരു കണക്ഷൻ ഉണ്ട്, ഓരോ സെൽസ് തമ്മിൽ കണക്ഷൻ ഉണ്ട്, ന്യൂറൽ കണക്ഷൻസ് ഉണ്ട്. ഇത് എട്ടിപ്പിക്കലായാൽ, ഇത് എട്ടിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ അല്ല, നോർമലി ഉള്ള പോലെ അല്ല, അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യും? ASD വരും. കാരണം ബ്രെയിനിനാണ് ഇത് ബേസിക്കലി എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ASD ഉള്ള കുട്ടികളിൽ സെൻസറി ഏരിയാസ് അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഏരിയാസൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയാസൊക്കെ ഭയങ്കര എൻലാർജ്ഡ് ആയിട്ട്, അതായത് വോള്യൂം കൂടുതലായിട്ട്, വലുപ്പം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികളിലും ASD ഡെവലപ്പ് ആവും. ഈ ലാംഗ്വേജ്, അതുകൊണ്ടാണ് അവർക്ക് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്, തിരിച്ച് സംസാരിക്കാൻ പറ്റാത്തത്, ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ വലിയ സൗണ്ട് പോലെ തോന്നിയിട്ട് ചെവി പൊത്തുന്നത്, കണ്ണ് മൂടുന്നതൊക്കെ അവരുടെ ബ്രെയിനിൻ്റെ വോള്യൂം ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടും ASD ഡെവലപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഓക്കെ ആണോ ഈ ഒരു ഭാഗം? ഓക്കെ ആണ്. ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആവാത്ത ഭാഗമുണ്ടോ? ഇത് പറയുമ്പോൾ കണക്റ്റ് ആക്കാൻ പറ്റാത്തതുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് നമ്മൾ പറയുന്ന സമയത്ത്, ഡയഗ്നോസിസ് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് മാത്രമേ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റൂ. അത് സിമ്പിൾ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സല്ല. ഒത്തിരി അതിന് ഇൻഫർമേഷൻസ് നമുക്ക് വേണം. ഈ കുട്ടിക്ക് ASD ആണെന്ന് തിരിയണമെങ്കിൽ അത് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കണം, കുട്ടിക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി എടുക്കണം. എത്രാം വയസ്സിലാണ് കുട്ടി സംസാരിച്ചത്, എത്രാം വയസ്സിലാണ് കുട്ടി സെൻറ്റൻസ് പറഞ്ഞത്, എത്രാം വയസ്സിലാണ് കുട്ടി നടന്നത്, കുട്ടി ചിരിക്കുമ്പോൾ തിരിച്ച് ചിരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുക്കും. പിന്നെ ബിഹേവിയറൽ ഒബ്സർവേഷൻ എടുക്കും. കുട്ടി ഒരാളുമായിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇടപഴകുന്നത്, ഒരു ടോയ് കൊടുത്താൽ കുട്ടി എങ്ങനെയാണ് കളിക്കുന്നത്, അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യും. അത് മാത്രമല്ല ASDക്ക് പല പല ടൂൾസ് ഉണ്ട്, ടെസ്റ്റുകൾ ചെയ്യും. അത് ADOS, ഓട്ടിസം ഡയഗ്നോസ്റ്റിക് ഒബ്സർവേഷൻ സ്കെഡ്യൂൾ ഉണ്ട്. അത് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യും നമ്മൾ. പിന്നെ ADIR, അത് റിവൈസ്ഡ് ആണ്, അതായത് ഓട്ടിസം ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയ നമുക്കറിയാം, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡർ, അതാണ് DSM-5. അപ്പോൾ ഈ DSM-5ൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. അതിലൊന്നാമത്തത് പേഴ്സിസ്റ്റൻ്റ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റാണ്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്ഥിരത ഉണ്ടാവില്ല. ഓക്കെ, സ്ഥിരത പേഴ്സിസ്റ്റൻ്റ്, നിലനിൽക്കുന്നതായിരിക്കില്ല. ഇപ്പോൾ ഒരാൾ ചിരിച്ചു, ചിലപ്പോൾ കുട്ടി ചിരിക്കും, രണ്ടാമത് വീണ്ടും അയാൾ ചിരിച്ചാൽ ചിലപ്പോൾ കുട്ടി തിരിച്ച് ചിരിക്കണമെന്നില്ല, ഒരു കാര്യം ചോദിച്ചാൽ തിരിച്ച് റിപ്ലൈ തരണമെന്നില്ല. അതാണ് കേട്ടോ ഒന്നാമത്തത്. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ഉണ്ടാവും. കണ്ടിന്യൂസ്ലി ഒന്നുകിൽ തല കൊണ്ടുപോയി ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ കയ്യോ കാലോ ഏതെങ്കിലും ഒരു ബോഡി പാർട്സ് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇൻട്രസ്റ്റും ഉണ്ടാവും, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്.
നേരത്തെ പറഞ്ഞില്ലേ കലാഭവൻ മണീൻ്റെ പാട്ട് ഇഷ്ടമുള്ളതുപോലെ അത് എന്ത് സാഹചര്യം ആയിക്കോട്ടെ. ഇപ്പോൾ സാഹചര്യം എന്ന് പറയുമ്പോൾ കറണ്ട് പോയാൽ പോലും കുട്ടിക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും ആ ഒരു കാര്യം. പിന്നെ ഇത് ഏർലി ഡെവലപ്മെൻ്റൽ ഓൺസെറ്റാണ്, ചെറുപ്പം തൊട്ടേ നമുക്കിത് മനസ്സിലാവും. ഓക്കെ, അവരുടെ ബിഹേവിയറൽ പാറ്റേൺ കാണുമ്പോൾ സംതിങ് ഈസ് ലാക്കിങ്, എന്തൊക്കെയോ ഒരു കുറവുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഈ കുട്ടി സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ഇമ്പയർമെൻ്റ് ഉണ്ടാവണം. ഓക്കെ, ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ ജലജ പറഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് എന്താണ് പ്രോപ്പറായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികൾ ഇരിക്കുന്നത് പോലെയല്ല, കുറച്ച് വേറെ സെപ്പറേറ്റ് സീറ്റ് ഉണ്ട് അല്ലേ, ഇങ്ങനെ കുറേ അതായത് ഇമ്പയർമെൻ്റ് നടക്കുന്നുണ്ട്, പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരുമായിട്ട്. ഇതൊക്കെ എന്താണ് ലൈഫിൽ റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പയർമെൻ്റ് ആണ്, അതുണ്ടാക്കണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡയഗ്നോസിസിൽ വരുന്ന കാര്യം. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ടേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതിൽ ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുക. അതിൽ ബിഹേവിയറൽ തെറാപ്പീസ്, നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ പണിയാണിത്. അതിൽ ABA അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസാണ് ചെയ്യുക. അത് വലിയൊരു ശാഖയാണ്, ബ്രാഞ്ചാണ്. അതിലൊത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒരു ബിഹേവിയർ, പോസിറ്റീവായിട്ടുള്ള ഒരു ബിഹേവിയർ കുട്ടി ചെയ്തു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ, കുട്ടി ചിരിച്ചു, നമ്മൾ ചിരിക്കുമ്പോൾ ചിരിച്ചു, അല്ലെങ്കിൽ നമ്മൾ പേര് ചോദിക്കുമ്പോൾ കുട്ടി തിരിച്ച് പേര് പറഞ്ഞു, നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്റ്റാർസ് കൊടുക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ടോയ്സോ എന്തെങ്കിലും കുട്ടിക്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. കുട്ടിയുടെ ആ ഒരു ബിഹേവിയറെ വീണ്ടും ചിരിക്കണം, വീണ്ടും പേര് ചോദിക്കുന്ന സമയത്ത് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും കുട്ടിക്ക് കൂടും. ഓക്കെ, അതാണ് അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, അങ്ങനെ കൊടുക്കും. അതൊരുപാട് പറയാനുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ടൈപ്സുകളുണ്ട്, ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി, എത്രയും എലോബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കണ്ട. പിന്നെ ESDM ഏർലി സ്റ്റാർട്ട് ഡെൻവർ മോഡൽ. ഓക്കെ, ഇതൊരു മോഡലാണ്. 12 മാസം തൊട്ട് 48 മാസം വരെയുള്ള കുട്ടികൾ, അതായത് ഒരു 2 years ഓഫ് ഏജിലുള്ള, 1 വയസ്സ് തൊട്ട് 2 വർഷം വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ്. അത് ABA പ്ലസ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് പല കാര്യങ്ങൾ കൊടുക്കും, പ്ലസ് നമ്മൾ മുമ്പ് പറഞ്ഞ ABA രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തെറാപ്പിയാണിത്. ഒരു മൊഡാലിറ്റിയാണ്, ഒരു മോഡലാണ്. പിന്നെ PRT പൈവോട്ടൽ റെസ്പോൺസ് ട്രീറ്റ്മെൻറ്റ്. ഈ പൈവോട്ടൽ റെസ്പോൺസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ പ്ലേ ബേസ്ഡ് ആണ്. കുട്ടിക്ക് സെൻസറി ആക്ടിവേഷന് വേണ്ടിയിട്ട് ഈ ചിലപ്പോൾ പെണ്ണൊന്നും പിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ കൈയൊക്കെ ഈ എപ്പോഴും ഹാൻഡ് ഫ്ലാപ്പിംഗ് ഒക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെ ഫൈൻ മോട്ടോർ ആക്ടിവേറ്റ് ആവുന്നില്ല എന്ന് അതിനർത്ഥം. അതായത് പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള കളിമണ്ണ്, ക്ലേസ് ഇതൊക്കെ വെച്ചിട്ടുള്ള പല ബ്ലോക്സ് ഒക്കെ കൊടുത്തിട്ട് പല ആക്ടിവിറ്റീസ് ഇവരെ കൊണ്ട് ചെയ്യിക്കും, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ. അത് ഒരുപാട് എലോബറേറ്റ് ചെയ്ത് പോകേണ്ട ടോപ്പിക്കാണ് ഇതൊക്കെ. ഞാൻ വളരെ അതായത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി. അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് നോൺ വെർബൽ ഫേഷ്യൽ എക്സ്പ്രഷൻ, സംസാരിക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി വിൽ ബി ഹെൽപ്ഫുൾ. അതിന് പൊതുവേ AAC ഡിവൈസ് കൊടുക്കും, അത് എസ്പെഷ്യലി നോൺ വെർബൽ ചൈൽഡിന്. നോൺ വെർബൽ ചിൽഡ്രൻ എന്ന് പറയുമ്പം സംസാരം വളരെ കുറഞ്ഞ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ തീരെ സംസാരിക്കാത്ത കുട്ടികൾക്കുള്ളതാണ്. കണ്ടോ, AAC എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റേറ്റീവ് ആൻഡ് ആൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, I ഹാവ് സംതിങ് ടു ടെൽ യു, നിങ്ങൾ കണ്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പാരൻറ്റിന് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന് മനസ്സിലാവും കുട്ടിക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ളത്. ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ടാകും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് അല്ലേ. കണ്ടോ, പ്ലേ കണ്ടോ, കുട്ടിക്ക് ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ്, ഇത് ക്ലേ ആണ്. ഓക്കെ, പല ആക്ടിവിറ്റീസ് കുട്ടിക്ക് കൊടുക്കും. അങ്ങനെയാണ് അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, പിന്നെ മൂന്നാമത്തതാണ് ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ലിവിങ് സ്കിൽസ് ഇല്ലേ, ലിവിങ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വന്തമായിട്ട് ഫുഡ് കഴിക്കുന്നത്, സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകുന്നത്, സ്വന്തമായിട്ട് ഡ്രസ്സ് ധരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസ്, ഇപ്പം എഴുതാൻ, പെന്ന് പിടിക്കാനൊക്കെ ചിലപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതൊക്കെ ഒക്യുപേഷണൽ തെറാപ്പിയിലാണ്.
ഓക്കെ, സെൻസറി ഇൻ്റഗ്രേഷൻ. സെൻസറി ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം കാണുന്നു, ഇപ്പോൾ നിൻ്റെ പേരെന്താ എന്നൊരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ കുട്ടിക്കത് മനസ്സിലാകണം അല്ലേ. അപ്പോൾ അതിന് ആദ്യം കുട്ടി കേൾക്കണം, അത് ബ്രെയിനിലെത്തണം, എന്നിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്നിട്ട് ഇതാക്കണം അല്ലേ. അതേ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ കണ്ണ് പൊത്തുന്നത്, മൂക്ക് പൊത്തുന്നത്, അല്ലെങ്കിൽ ചെവി പൊത്തുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒക്യുപേഷണൽ തെറാപ്പി വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, പിന്നെ ഈ ASD ഉള്ള, നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരുടെ മുഖവും ഒരേപോലെയാണെന്ന് പറഞ്ഞല്ലോ. അത് ആക്ച്വലി അവരുടെ ഫേസ് ഒരേപോലെ ആയതുകൊണ്ടല്ല, നമുക്കങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യില്ല. കോമൺ ആയിരിക്കും, അവരുടെ സിംറ്റംസ് കോമണാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിപ്രഷനുള്ള ഒരാൾ എങ്ങനെയാ, ടയേർഡായി, ഒന്നിനും വയ്യ, അവരുടെ മുഖഭാവങ്ങൾ സെയിം ആയിരിക്കും അല്ലേ അങ്ങനെയല്ലേ ഉണ്ടാവുക. അതേപോലെ ASD ഉള്ള കുട്ടികളിൽ അല്ലെങ്കിൽ അഡൽട്ടിലാണെങ്കിലും അവർ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യില്ല, അവരുടെ മൂവ്മെൻറ്റുകളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് തോന്നും പിന്നെ അവർ സിമിലർ ആണെന്ന് തോന്നും. അതേപോലെ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ട് എന്നും തോന്നും. അവരുടെ ഫേസൊക്കെ എന്തോ, അതായത് നോർമലി സിമെട്രി അല്ല, നോർമലി ഉള്ള ആളുകളെ പോലെ അല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ആക്ച്വലി അവരുടെ ഫേസിന് പ്രശ്നമൊന്നുമില്ല. അവർ തരുന്ന അല്ലെങ്കിൽ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ മാറ്റം വരുന്നതുകൊണ്ട് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു ASD ഉള്ള ആളുകളെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് വളരെ ഫുൾഫില്ലിംഗ് ആയിട്ട് മീനിങ് ആയിട്ടുള്ള ലൈഫ് ഈ കുട്ടികളുമായിട്ട് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ മുമ്പേ ഇൻ്റർവെൻഷൻ വേണം, മുമ്പേ ഇത് കണ്ടുപിടിക്കണം. അത് പാരൻസിന് എസ്പെഷ്യലി, ടീച്ചേഴ്സിന് എസ്പെഷ്യലി മനസ്സിലാകും. പിന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കുട്ടിക്ക് കൊടുക്കണം. കുട്ടിയുടെ റുട്ടീനൊന്നും മാറാത്ത വളരെ കുട്ടിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കണം. ഫാമിലി സപ്പോർട്ട് വേണം, പ്രൊഫഷണൽ സപ്പോർട്ടും വേണം. ഓക്കെ, ഇതൊക്കെ വേണം. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് ASD എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട്? ടഫാണോ? റഫ് ആൻഡ് ടഫാണോ? കണ്ടിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലത്തെ. ഓക്കെ. ഇത് ചെറിയൊരു ഭാഗമാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാകാത്ത ഭാഗം ഉണ്ടോ? ഓക്കെ ആണല്ലേ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതാണ് എൻ്റെ ലാസ്റ്റ് ക്ലാസ്. ഇതാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ വീഡിയോയിൽ വരാം.